പഴശ്ശിയുടെ യുദ്ധമുറകൾ കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് മമ്മൂട്ടിയുടെ ഒരു പ്രശസ്തമായ ഡയലോഗില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലേ? ആ പറഞ്ഞതുപോലെയാണ് സഖാക്കളുടെ അന്തംഗമ്യ അടിമകളുടെ യുദ്ധമുറകൾ മമ്മൂട്ടി കാണാൻ പോകുന്നതേയുള്ളൂ എന്നിപ്പം പറയേണ്ട ഗതികേടില്ല. കഴിഞ്ഞ ദിവസം വയനാട് ടൗൺഷിപ്പിലെത്തി പിണറായി വിജയൻ്റെ അണ്ണാക്കിൽ വെടിപൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന മമ്മൂട്ടിക്കെതിരെ ഒരു വലിയ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിലും അത് നടന്നുകൊണ്ടിരിക്കുക. ഇത് നിലവിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ മമ്മൂട്ടിയുടെ എറണാകുളത്തെ പുതിയ വീടുണ്ടല്ലോ, ആ വീട്ടിൽ നിന്നുള്ള ഈ പറയുന്ന കക്കൂസ് മാലിന്യം പുറത്തേക്കൊഴുക്കി എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് എത്തിയിരിക്കുകയാണ് അയൽവാസിയായിട്ടുള്ള ഒരു അന്തംഗമ്യ അടിമ. ഇതാ ഞാൻ പറഞ്ഞത്, സഖാക്കളുടെ AKG സെൻറ്ററിൻ്റെ യുദ്ധമുറ അത് മമ്മൂട്ടി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പറയാനുള്ള കാരണം, മമ്മൂട്ടി കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വയനാട് ജില്ലാ സെക്രട്ടറിയെ മാറ്റി നിർത്തിയതോ ഇതൊന്നല്ല CPMൻ്റെ വിഷയം. CPMനും സഖാക്കൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം ഇത് ജനങ്ങളുടെ പണമാണെന്നുള്ളത് കേരളത്തിന് മൊത്തം അറിയാം. പക്ഷേ അവിടെയൊക്കെ ഇതിനെ തന്തയാവാനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. അങ്ങനെ തന്തയാവാനുള്ള ശ്രമത്തെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു 2 സെക്കൻഡ് സെൻറ്റൻസ് കൊണ്ട് അത് ഇല്ലാതെയാക്കി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ജനങ്ങളുണ്ടാക്കിയ വീട് അവിടെ ഉണ്ട്, ലീഗ് ഉണ്ടാക്കിയ വീട് അവിടെ ഉണ്ട്, കോൺഗ്രസ് വീടുണ്ടാക്കാൻ പോകുന്നു. ഇപ്പോൾ CPM ഉണ്ടാക്കിയ വീട് എവിടെ? DYFI ഉണ്ടാക്കിയ വീട് എവിടെ? അതോ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ് സ്ഥിതിവിശേഷം? ഇവർക്ക് ആർക്കും ഒന്നുമില്ല. വയനാട്ടിലെ ജനങ്ങളോട് ഇവർക്ക് ആർക്കും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, അല്ലേ? അതല്ല ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടിക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ്. നമ്മൾ ഈ സൈബർ ആക്രമണം എന്ന് പറയുമ്പോൾ എനിക്ക് ചിലതൊക്കെ വായിക്കുമ്പോൾ വലിയ ചിരിയാണ് വരുന്നത്. എന്താണ്? ചിലതൊക്കെ വായിക്കുമ്പോൾ വലിയ കോമഡി ആയി തോന്നുക. ചില ആളുകൾ ഇവിടെ ഈ കൊട്ടേഷൻ ക്രിമിനൽ സംഘത്തിൽപ്പെടുന്ന ആളുകളുണ്ടല്ലോ, CPMൻ്റെ ആ സംഘം തന്നെയാണ് ഈ സൈബർ അന്തംഗമികൾ. ചിലതൊക്കെ എഴുതുന്നത് വലിയ നടനൊക്കെ ആയിരിക്കാം, പക്ഷേ ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയോളം വരില്ല, എന്നിട്ടല്ലേ ജില്ലാ സെക്രട്ടറി എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ബ്രാഞ്ച് സെക്രട്ടറി, എന്ത് ജില്ലാ സെക്രട്ടറി? അത് അടിമകളെ അതങ്ങ് AKG സെൻറ്ററിൽ. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ AKG സെൻറ്ററിൽ ഇരിക്കുന്ന നിങ്ങളുടെ തലതൊട്ടപ്പന്മാർക്ക് വരെ അവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് ആര് വേണം? മമ്മൂട്ടി വേണം. ഇപ്പം ഈ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ മമ്മൂട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയുടെ 7 അയലത്ത് വരില്ല എന്ന്. ഇപ്പോൾ വയനാട്ടിൽ നിന്നൊരു പുതിയ വാർത്തയുണ്ട്. CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ പെടുന്ന ആളുകൾ പറയുന്നത് ഈ ജില്ലാ സെക്രട്ടറി ആയ K റഫീഖ് ഇങ്ങനെ മമ്മൂട്ടി വരുന്നുണ്ട് എന്നുള്ള വിവരം ഒന്ന് ഈ പറയുന്ന കമ്മിറ്റി ഭാരവാഹികളിൽ നിന്നൊക്കെ വളരെ രഹസ്യമാക്കി വെച്ചു. മാധ്യമപ്രവർത്തകരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഒന്നാമത്തെ കാര്യം. 2, ഇത് ബാക്കിയുള്ള കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് സ്വന്തം PR നടത്താൻ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ആരാ പറയുന്നത്? ഈ ജില്ലാ സെക്രട്ടറി ആയ റഫീഖിൻ്റെ കൂടെ ഇരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളാണ് പറയുന്നത് ഇയാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി ആയിരിക്കും വലുത്, പക്ഷേ ജില്ലാ സെക്രട്ടറിക്ക് മമ്മൂട്ടിയാണ് വലുത്. കാരണം മമ്മൂട്ടിനെ കൊണ്ട് PR ഉണ്ടാക്കണം എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറിയുടെ ആഗ്രഹം. ഇത് ജില്ലാ സെക്രട്ടറിയുടെ മാത്രം ആഗ്രഹമാണോ? അല്ല, ഇത് ഈ പറയുന്ന പിണറായി വിജയൻ്റെ അടക്കം ആഗ്രഹം അതാണ്. കാരണം പിണറായി വിജയൻ അടക്കം മമ്മൂട്ടി മാത്രമല്ല, ഇപ്പം മോഹൻലാൽ ആണെങ്കിലും അവരുടെ സ്റ്റാർഡം, അവരുടെ സ്വീകാര്യത, അവരുടെ പിന്തുണയൊക്കെ ഉപയോഗിച്ച് അതിലൂടെ തൻ്റെ PR വളർത്തിയെടുക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അന്തംഗമ്യ അടിമകൾക്ക് ജില്ലാ സെക്രട്ടറി വലുതായിരിക്കാം, പക്ഷേ ജില്ലാ സെക്രട്ടറിക്കും ബ്രാഞ്ച് സെക്രട്ടറിക്കൊക്കെ എന്തിന് തലതൊട്ടപ്പൻ പിണറായി വിജയൻ, തൈക്കണ്ടി വിജയന് വരെ പ്രധാനം മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ട് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ ഇന്നലെ ഞാൻ പുറത്ത് വന്നിരിക്കുന്ന ചില ഡാറ്റകൾ, ആ ഡാറ്റകൾ അനുസരിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം സിനിമാ നടിയായ ഭാവന, അതുപോലെ വേടൻ, മോഹൻലാൽ ഇവരൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന PRകൾക്ക്
സർക്കാർ ഖജനാവിൽ നിന്ന് പിണറായി വിജയൻ കോടികളും ലക്ഷങ്ങളുമാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാലിന് 2 കോടിയാ, ഭാവനക്ക് 50 ലക്ഷം, വേടന് 40 ലക്ഷമാണ്. അപ്പോൾ ലക്ഷങ്ങളും കോടികളും കിട്ടുമ്പോൾ ഇവരെന്ത് കരുതും? ഇവർ തന്നെ അധികാരത്തിലിരിക്കട്ടെ, എന്നാലും അടുത്ത തവണയും തങ്ങളെ വിളിക്കുകയുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്താവുന്നു എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല, കേരളം എങ്ങനെ പോകുന്നത് എന്നൊന്നും വിഷയമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കാര്യങ്ങൾ നടക്കണം. ഫാൽക്കെ അവാർഡ് കിട്ടണം, പത്മവിഭൂഷൺ കിട്ടണം, സ്റ്റേജിൽ വരാൻ പറ്റണം, വേദികളിൽ വരാൻ കിട്ടണം, വരുന്നതിനും പോകുന്നതിനൊക്കെ ലക്ഷങ്ങൾ കിട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് വളരെ സുഭിക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു തട്ടുമില്ല, ഒരു മുട്ടുമില്ല, ആരും ഒരു ചോദ്യങ്ങളും ചോദിക്കൂല, അല്ലേ? അപ്പോൾ ഇത്തരക്കാർ ഒരുപാടുണ്ടാവും PR വർക്കിന്. പക്ഷെ മമ്മൂട്ടി എന്താണോ എനിക്കറിയില്ല, ഇനി അയാൾക്ക് കിട്ടിയത് മോഹൻലാലിന് കൊടുത്തതിനേക്കാൾ കുറവായത് കൊണ്ടാണോ എന്നും അറിയില്ല. മമ്മൂട്ടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ PR വന്നതല്ല, അങ്ങനെ നിങ്ങൾ എൻ്റെ മുറകിൽ മണപ്പിച്ച് നടക്കണ്ട, നിങ്ങളങ്ങനെ നടന്നു കഴിഞ്ഞാൽ ജനം ഞാൻ PR വന്നതാണെന്ന് തെറ്റിദ്ധരിക്കും. അതിൽ അയാൾക്കൊരു ഭംഗി കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു മാനതക്കുറവ്, മാനം ഇച്ചിരി എന്തോ ഒരു നാണക്കേട് മമ്മൂട്ടിക്ക് ഫീലാകുന്നുണ്ട്. അവിടെയാണ് മമ്മൂട്ടി ഇതൊക്കെ തിരിച്ചു പറയാനും തുറന്നു പറയാനും തിരിച്ചു പറയാനൊക്കെ തുടങ്ങുന്നത്. എന്താണെങ്കിലും അടിമകൾക്ക് മമ്മൂട്ടി വന്നത് വരെ പ്രശ്നമില്ലായിരുന്നു. ഈ ഡയലോഗൊന്നും അടിക്കാതെ പോയാലും പ്രശ്നമില്ലായിരുന്നു, അത് വലിയ ആഘോഷമാക്കുമായിരുന്നു. പക്ഷേ മമ്മൂട്ടി വന്ന് ആ പറഞ്ഞ വാക്കുകൾ അത് അടിമകളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോഹൻലാലിന് 2 കൊടുത്തല്ലോ, മമ്മൂട്ടിക്ക് ചിലപ്പോൾ 1 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞത് 1 ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം മമ്മൂട്ടി ആ 1-നുള്ള പണിയെടുത്ത് വന്നു. ആ കൂട്ടത്തിൽ തനിക്ക് 1 കുറഞ്ഞതുകൊണ്ട്, മോഹൻലാലിനേക്കാൾ കൂടുതൽ നൽകാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അയാൾ 2 കുത്തുവാക്കുകൾ പറഞ്ഞു, ഈ PR അങ്ങ് പൊളിച്ചടുക്കിയിട്ടാണ് പോയത്. അന്തംകമ്മി അടിമകൾക്ക് വല്ലാത്ത കുരുപൊട്ടലാ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്നവർ, വിമർശിക്കുന്നവർ, യഥാർത്ഥങ്ങളും സത്യങ്ങളും വിളിച്ചു പറയുന്നവർ, അവരെ ശത്രുവാക്കി അങ്ങ് മുകളിലൊരു വേറൊരു പരിപാടി ഉണ്ട്. ഇത് ഡൽഹിയിലെ പരിപാടി എന്താ? നമ്മൾ സത്യം പറഞ്ഞാൽ, യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ, ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒക്കെ അവനെ രാജ്യദ്രോഹിയാക്കും. ഇവിടെ എന്താക്കുന്നത്? ഇവിടെ അവനെതിരെ സൈബർ ആക്രമണമാണ്. അവൻ്റെ തന്തയ്ക്ക് വിളിക്കുക, തള്ളക്ക് വിളിക്കുക, അതിൻ്റെ മുകളിലുള്ളവർക്ക് വിളിക്കുക, അവരെ പരമ്പരയെ അപമാനിക്കുക, അധിക്ഷേപിക്കുക, തെറി വിളിക്കുക, ഭരണിപ്പാട്ട് നടത്തുക, പൂരാഭിഷേകം നടത്തുക. ഇതൊക്കെയാണ് അന്തംകമ്മി അടിമകൾ നടത്തുന്നത്. ഇപ്പോൾ കൈരളിയുടെ ചെയർമാനായ മമ്മൂട്ടിയുടെ സ്ഥിതിവിശേഷം ഇതാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സാധാരണക്കാരൻ്റെ വിശേഷം എന്തായിരിക്കും? അപ്പോൾ ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് വേട്ടയാടപ്പെട്ടു എന്നുള്ളതിന് ഉത്തരം. എന്താണ് കൃത്യമായ ഉത്തരം? അയാൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട്. മമ്മൂട്ടി കൈരളിയുടെ ചെയർമാനായിട്ടും ഇമ്മാതിരി തെറിവിളിയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മമ്മൂട്ടി എങ്ങാനും കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ മമ്മൂട്ടിയുടെ വീട്ടിലിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചേനെ ഇവർ ബോംബ്, അല്ലേ? ഇവർ കണ്ണൂരൊക്കെ ഒരുപാട് ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വളരെ വൃത്തികെട്ട, അതിനേക്കാളൊക്കെ ഏറെ നമ്മൾ മലയാളികൾക്ക് തന്നെ നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സന്ദർശനം കഴിഞ്ഞ് എത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ കക്കൂസിലെ മാലിന്യം പുറത്തേക്കൊഴുക്കി എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിക്കെതിരെ പരാതി പറയുന്നത്. ആരാ പറയുന്നത്? നല്ല 1-ാം തരം അന്തംകമ്മി അടിമ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് മലയാളികൾക്ക് തന്നെ ഒന്നടങ്കം വലിയ അപമാനമുണ്ടാകുന്ന രീതിയിൽ ഇപ്പം മമ്മൂട്ടി എന്താ പറഞ്ഞത്? എന്തെങ്കിലും തെറ്റ് അയാൾ പറഞ്ഞോ? അയാൾ എന്തെങ്കിലും കളവ് പറഞ്ഞോ? സത്യം വിളിച്ചു പറഞ്ഞതിനാണ് അയാളെ ഇങ്ങനെ പൂരപ്പാട്ട് നടത്തുന്നത്. ഞാനിത് നമുക്ക് നാണക്കേടാന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ ഇന്ത്യയിൽ ഒന്നടങ്കം ഇത് ചർച്ചയാകുക. ഞാൻ ഇപ്പം ലോകത്തൊന്നടങ്ങുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്ത്യയിൽ ഇത് വലിയ ചർച്ചയാവുകയാണ്. എസ്പെഷ്യലി നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ മലയാളികൾ തമ്മിലടിക്കുന്നു എന്നുള്ള രീതിയിൽ. അവർക്കറിയില്ലല്ലോ ഇത് പണ്ട് കൊൽക്കത്തയിലെ ടീം ആട്ടിയിറക്കി പുറപ്പെടുവിച്ച അതേ ഇനത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവിടെ
ഇവിടെ ഇരുന്ന് ഈ കൊലവിളികളും ഈ പറയുന്ന തെരുവുകളും പൂരപ്പാട്ടുകളും നടത്തുന്നത് അതേ ഇനത്തിൽപ്പെടുന്ന ആളുകളാ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കൊൽക്കത്തയിൽ ബംഗാളിൽ 35 കൊല്ലം അടക്കി ഭരിച്ചതാണ്. ഇന്ന് ഇവർ ഈ പറയുന്ന മമ്മൂട്ടിക്ക് മുകളിൽ നിൽക്കുന്ന ലോക്കൽ സെക്രട്ടറി, മമ്മൂട്ടിക്ക് മുകളിൽ നിൽക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറി, അതിനു മുകളിൽ നിൽക്കുന്ന ജില്ലാ സെക്രട്ടറി ഒക്കെ കേരളത്തിലുണ്ട്. എന്താ ചെയ്യുന്നത്? പൊറോട്ട അടിക്കുക, പാത്രം കഴുകുകയാ, തെങ്ങ് കയറുകയാ തേങ്ങയിടാൻ വേണ്ടിയിട്ട്, കക്കൂസ് കോരാൻ നടക്കുകയാ. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ബംഗാളിലെ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, അവരുടെ ഗതികേടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതേ ഇനത്തിൽപ്പെടുന്ന ആളുകൾ നമ്മൾ മലയാളികളെയും കേരളത്തിലെയും അപമാനിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ അഭിമാനമായ മമ്മൂട്ടിക്കെതിരെയുള്ള ഈ പൂരപ്പാട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്.